ലക്സും മെഡിമിക്സും ലൈഫ് ബോയിയും റെക്സോണയും ഒന്നിച്ചിട്ട് കുഴച്ചുണ്ടാക്കിയ പുതിയ സോപ്പ് കട്ടപ്പ സോപ്പ്. കട്ടപ്പ സോപ്പിൽ കുളിച്ചാൽ പതഞ്ഞു പൊങ്ങും നമ്മൾ. ആ കട്ടപ്പ സോപ്പിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ എത്തിച്ചേർന്ന ശൈത്യമോളുടെ സോപ്പിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എത്തിയതെങ്കിലും സോപ്പ് നമ്മുടെ കുട്ടി അവിടെയുള്ള 7 കണ്ടസ്റ്റൻസിന് കൊടുത്തില്ല. പകരം 7 കണ്ടസ്റ്റൻസിനുമായി ശൈത്യമോൾ തുണിത്തരങ്ങളാണ്, പല കളറിലുള്ള വെറൈറ്റി തുണിത്തരങ്ങളുമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിച്ചേർന്നത്. ശൈത്യമോളുടെ കൊലപാതകങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ പൊന്നുമോൾ പക്ഷേ ഇനി എങ്ങനെ പുറത്തിറങ്ങും? അതാണ് എൻ്റെ സംശയം. എങ്ങനെ ഇറങ്ങും എൻ്റെ ശൈത്യമോളെ? നീ ഇനി കട്ടപ്പ എന്ന് നീ ആദ്യം ആ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങൾ നിന്നെ വിളിച്ചു. ഇനി നിന്നെ എന്ത് വിളിക്കും ജനങ്ങൾ? എനിക്കറിയാൻ പാടില്ല. തുണി ഓരോരുത്തർക്കും ഷാനവാസിക്ക ഇന്ന ഷർട്ട്, അനീഷേട്ട ചുവന്ന ഷർട്ട്, അനുമോക്ക് ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ട് തപ്പി നടന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട് തുണി. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ എപ്പിസോഡിൽ കണ്ടല്ലോ, ഇന്നലത്തെ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡ്. അതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ട് ശൈത്യക്ക് എന്ത് പറ്റി? എന്തിനാണ് ശൈത്യ വന്ന് കിടന്നങ്ങോട്ട് മറിയാൻ ശ്രമിച്ചത്? വന്ന് അനുമോളെ അങ്ങ് നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചതാ. പക്ഷേ പണി പാളിപ്പോയി. പണി പാളി എവിടെയാണെന്നറിയോ? ബിൻസിയോട് അനുമോളൊരു സാധനം പറഞ്ഞു, അവിടെ പണി പാളി. പോട്ടെ, അത് വിട്, എല്ലാം പോട്ടെ. അനീഷേട്ടൻ്റെ കാര്യത്തിൽ ഇത്രയങ്ങോട്ട് ഉത്കണ്ഠയാണോ നമ്മുടെ ശൈത്യമോക്ക്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അവിടെ അനുമോക്കിട്ട് കൊടുക്കാൻ വിചാരിച്ചല്ലേ ആ കാണിച്ച മൊത്തം. ജനങ്ങൾ മണ്ടന്മാരല്ല ശൈത്യ. പിന്നെ അനുമോള് പറഞ്ഞിട്ടല്ല, തുടക്കത്തിൽ തന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാം, അനുമോള് പറഞ്ഞിട്ടാണോ കട്ടപ്പ എന്നുള്ളൊരു പേര് വീണത് നമ്മുടെ ശൈത്യമോക്ക്? അല്ലെങ്കിൽ അനുമോളുടെയും നമ്മുടെ ശൈത്യമോളുടെയും PR ചേട്ടൻ കാലുവാരി കൊണ്ടാണോ ആ പേര് വീണത്? എനിക്കറിയത്തില്ല. ചിലപ്പോൾ കാലുവാരി അവൻ കൊടുത്ത പണിയായിരിക്കും. പക്ഷേ അനുമോള് പുറകീന്ന്, അനുമോളെന്ന് നമ്മുടെ ശൈത്യമോള് പുറകീന്ന് കുത്തുന്നത് എല്ലാവരും കണ്ടതാണ് എൻ്റെ പൊന്നു ശൈത്യമോളെ. അതിനകത്ത് കൂടുതൽ വെളുപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്നാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ ഇന്നലെ എനിക്ക് അധികം ലൈവ് കാണാൻ പറ്റിയില്ലടേ, കുറച്ച് തിരക്കായിപ്പോയി, കുറച്ച് ആശുപത്രി കേസുകൾ കാരണം പെട്ടുപോയി. ഞാൻ ഇന്നലെ രാത്രിയിലാണ് ലൈവ് കാണാനെന്നോട്ട് ഇരുന്നത്. അപ്പം ലൈവ് അങ്ങോട്ട് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ എപ്പിസോഡ്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ എപ്പിസോഡ് കണ്ടത്. പാതിരാത്രിയിൽ, എന്നിട്ട് വെളുപ്പംകാലത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഓടുന്നതുകൊണ്ടാണ്. കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ അറിയിക്കും. അപ്പോൾ ഇന്നലെ ലൈവ് ഞാൻ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് നമ്മുടെ ശൈത്യമോള് എല്ലാവർക്കും തുണി കൊടുക്കുന്നതാണ്. അതായത് ഹൗസിലേക്ക് റീ എൻട്രി നടത്തി അതിനുശേഷം ഓരോരുത്തർക്കായിട്ട് എൻ്റെ അമ്മ സെലക്ട് ചെയ്തതാണ്, ഷാനവാസിക്ക അച്ഛൻ സെലക്ട് ചെയ്തതാണ്, നെവിൻ മോനെ നിനക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, നീ വരണം, ഇങ്ങനെ കുറേ കഥകളൊക്കെയാണ്. അപ്പം അത് ഞാൻ എപ്പിസോഡിലാട്ടോ കണ്ടത്, കൂട്ടത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. തുണി കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടത്. എന്തോ 7 പേർക്കും തുണിയൊക്കെ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തമ്പഴലോ ആണോ കൂട്ടത്രം? അറിയാവോ? എനിക്കറിയാം, വിട്ടുകളാ. അപ്പോൾ എന്താണെങ്കിലും ആദില, നൂറ, ശൈത്യ, ഇതിൽ ആദിലയും നമ്മുടെ ശൈത്യയും കൂടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഒരു കോൺവെർസേഷൻ നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നൂറയും കൂടെ ഇവരുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, ഞാൻ ഇന്നലെ ഒരുപാട് തപ്പി നടന്നിട്ടാണ് അനുമോൾക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തത്. ഒരുപാട് ഞാനങ്ങ് കഷ്ടപ്പെട്ടു, എനിക്ക് അത്രയും സ്നേഹമാണ് അനുമോളോട്, അതുകൊണ്ടാണ് ഞാൻ തപ്പി നടന്ന് അനുമോൾക്കുള്ള ഡ്രസ്സ് കണ്ടെത്തിയത് എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം നൂറ പറയുന്നുണ്ട്, എനിക്കിതുവരെയായിട്ടും അനുമോളെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. അല്ല, നൂറ എന്തിനാണ് ഒരുപാട് അനുമോളെ മനസ്സിലാക്കാൻ പോകുന്നത്? പുറത്തിറങ്ങിയിട്ട് അനുമോളെ മനസ്സിലാക്കിയാൽ പോരെ? അതിനകത്ത് ഗെയിം കളിക്കാനല്ലേ വന്നിരിക്കുന്നത്. 100 ദിവസം ഗെയിം കളിച്ച് പിടിച്ച് നിൽക്കുന്നവർ പിടിച്ച് നിൽക്കുമ്പോളെ അവിടെ അവർക്ക് കപ്പ് കിട്ടും, മനസ്സിലായോ? അല്ലാതെ മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കപ്പെടാനും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോവുക. നമ്മുടെ ആദ്യം കുറേ ചേച്ചിമാരും ചേട്ടന്മാരും പോയില്ലേ, അതുപോലെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അറിയത്തില്ല, നമ്മൾ അതിനകത്ത് പോയിട്ടില്ലല്ലോ. അതിനകത്ത് പോയാലേ കുറേയൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ വേണ്ട. അപ്പോൾ എന്താണെങ്കിലും ഈ ഡയലോഗ് അടിക്കുമ്പോൾ അതിലെവിടെ നിന്ന് പറയുന്നുണ്ട്, അനീഷേട്ടൻ്റെ സീൻ വന്നതുകൊണ്ട് മാത്രമാണ് അനുമോൾ ഞങ്ങളുമായിട്ട് വീണ്ടും കണക്റ്റഡ് ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതിനെയൊക്കെ പിടിച്ച് കൂടെ നിർത്തേണ്ട കാര്യം? ഒരാവശ്യവും ഇല്ല. എന്തിന്? ഇത്രയും ദിവസം അനുമോൾ ഇവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വന്നോളും ബാക്കിയുള്ളത്.
ഞാനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തി നിർത്തണമെന്ന് എവിടെയെങ്കിലും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗെയിം കളിക്കാനല്ലേ വന്നേ, കപ്പ് കൊണ്ടങ്ങ് പോയാൽ മതി. അല്ലാതെ ആദ്യം 100 എടുത്ത് തല വെച്ച് ഡാൻസ് കളിക്കണമെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടൊന്നുമില്ല. ആവശ്യം വന്നപ്പോൾ അനുമോള് പോയി മുട്ടി, രണ്ടും കൂടെ വീണു, അത്രേ ഉള്ളൂ. അത് അവരുടെ മണ്ടത്തരം, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശൈത്യമോള് അവിടുന്ന് എണീറ്റിട്ട് അനുമോളെ കാണാൻ പോകുന്നുണ്ട് വീണ്ടും. ബാക്കി ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ എപ്പിസോഡിൻ്റെ ആ ഒരു റിവ്യൂവിൽ ഞാൻ പറയാം കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ പറയാം. ആദ്യമേ നമ്മൾ രാത്രി കണ്ട കാര്യങ്ങൾ നിങ്ങളെ അങ്ങ് അറിയിക്കാം, കാരണം നിങ്ങളൊക്കെ ഉറങ്ങിക്കാണും, പാതിരാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത് പറഞ്ഞിട്ട് നേരെ അവിടുന്ന് ശൈത്യം എണീറ്റ് പോകുന്നുണ്ട് വീണ്ടും. അനുമോളെ തുത്തുടുവാവേ എന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. അനുമോൾ ആട്ടി വിട്ടു, മൈൻഡ് ചെയ്തില്ല. അപ്പോൾ തിരിച്ച് വീണ്ടും വന്നിട്ട് ഇവരുടെ കൂടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, അവൾ മൈൻഡ് ചെയ്തില്ല, ഞാൻ നിർത്തി, ഞാൻ ഇനി മിണ്ടില്ല, ഇനി അവൾ തീർന്നു, ഞാൻ ഇനി അവളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടു ഒരു 1-2 പ്രാവശ്യം ഈ ഡയലോഗ് നമ്മുടെ ശൈതേച്ചി അടിക്കുന്നത്. അതായത് ഇനി അവളുമായിട്ടൊരു ബന്ധം എനിക്കില്ല, ഇത് പറയുന്നത് കേൾക്കാം, ഇതിന് പിന്നെയും പുറകെ പോകുന്നതാണ്. എന്തിനാ ശൈത്യമോളെ അത്രയ്ക്കും അങ്ങോട്ട് മറ്റേ സ്നേഹം തുളുമ്പുന്നോണ്ടാണോ അനുമോളുടെ അടുക്കെ? എന്തിനാ പുറകെ പോകുന്നത്? മോളുടെ തെറ്റുകൾ എന്തെങ്കിലും മറയ്ക്കാനോ, അല്ലെങ്കിൽ മോൾ അനുമോളോട് പറഞ്ഞ ചില കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാനോ? അത് പേടിച്ചിട്ടാണോ പോകുന്നത്? പറയാം അതിനെ പറ്റിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ സരിക അനീഷേട്ടൻ, ഇവർ രണ്ടുപേരും നമ്മുടെ മഞ്ഞ കുഷ്യനെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മറ്റവനുണ്ടല്ലോ, എന്താ പേര്, മുൻഷി എൻ്റെ പൊന്നണ്ണാ, താൻ ആരുവാ, താൻ ആരാ, നല്ല സാരിയെ കൊടുത്ത് നടക്കുന്ന കണ്ട് താൻ ആര്? എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. മുൻഷി തീർന്നു. മുൻഷി തിരിച്ചൊരു റീ എൻട്രി നടത്തി കുറച്ച് ഹെവി ആയിട്ട് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അനീഷ് പിടിച്ച് ചീട്ട് അങ്ങ് കയറി വിട്ടു. അപ്പോൾ എന്താണെങ്കിലും നല്ല രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ മുൻഷി ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. സരിക അനീഷേട്ടനും ഇങ്ങനെ സംസാരിക്കുകയാണ്. അനീഷേട്ടൻ പറയുന്നുണ്ട്, എന്നെ കണ്ട ദിലീപിനെ പോലൊക്കെ ഉണ്ടെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടല്ലോ, സരികയ്ക്ക് എങ്ങനെ തോന്നി, എന്നെ കണ്ട ദിലീപിനെ പോലെ ഉണ്ടോ? അപ്പം സരിക ചേച്ചി വിചാരിച്ചെന്താ അറിയോ, സരിക ചേച്ചിയുടെ ഭർത്താവുണ്ട് ദിലീപേട്ടൻ, അപ്പോൾ പുള്ളിയെ പോലെയാണെന്നാണ് അനീഷ് അതാണ് ചോദിക്കുന്നത് വിചാരിച്ചു. അപ്പോൾ ചേച്ചി ചിരിക്കുന്നുണ്ട്. ഉടനെ മുൻഷി അപ്പുറത്തിരുന്ന്, ഓ റൂട്ട് മാറ്റി പിടിക്കാൻ നോക്കുവല്ലേ, റൂട്ട് മാറ്റി പിടിക്കാൻ. ഉടനെ അനീഷ് പറയുന്നുണ്ട്, എൻ്റെ പൊന്നിയേട്ടാ ആക്ടർ ദിലീപിനെ പോലെ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ ചിരി പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ലൈവിൽ നടക്കുന്നത്. പിന്നെ പാതിരാത്രിയിൽ എനിക്ക് തോന്നുന്നു ഒരു 1 മണിയൊക്കെ അടുത്തപ്പോഴത്തേക്ക് നമ്മുടെ അക്ബറുണ്ടോ, അപ്പാനി, ശൈത്യ, ഇവരെല്ലാവരും പുറത്തിങ്ങനെ ഇരിപ്പുണ്ട്. ബാക്കി നമ്മുടെ 7 പേര് കിടന്ന് ഉറങ്ങി കേട്ടോ കണ്ടസ്റ്റൻസ്. അക്ബറും ഉണ്ടെന്ന് തോന്നുന്നു കൂടെ, നെവിനൊന്നും എന്തായാലും ഇല്ല. ഇവർ കുറച്ച് പേര് ഇങ്ങനെ പുറത്തിരുന്ന് കഥ പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ലൈവിൽ ശ്രദ്ധിച്ചത്. മെയിനായിട്ട് കട്ടപ്പ, ഞാൻ ലൈവ് വെച്ചുടനെ നമ്മുടെ കട്ടപ്പ ശൈത്യ അങ്ങനെ അങ്ങ് വിളിക്കാമല്ലോ. ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും കട്ടപ്പ എന്ന് വിളിക്കുന്നത്, അതുകൊണ്ട് തന്നെ കട്ടപ്പ എന്ന് വിളിക്കാം. ചേച്ചി ഞാനൊന്നും അല്ല ചേച്ചിക്ക് പേരിട്ടേ കട്ടപ്പ എന്നൊന്നും, എവിടുന്ന് ഈ പേര് വന്നതെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ പുറകിൽ നിന്ന് കുത്തിയത് അത് അനുമോള് പറഞ്ഞല്ല, ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞത്. നിങ്ങൾ കുത്തുന്നത് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ വലിയ വലിയ ഡയലോഗുകൾ പറയുന്നുണ്ട്, ഫ്രണ്ട്സ്, മറ്റേത് മറിച്ചേത്. അല്ല ഇത് നിങ്ങൾക്കില്ലേ? നിങ്ങൾ അനുമോളെ പറ്റി അവിടെ ഇവിടെ അപ്പാനോടൊക്കെ ഇരുന്ന് കുറ്റം പറയുന്നത് കേട്ടായിരുന്നല്ലോ. അല്ല നിങ്ങൾക്കത് നേരിട്ടങ്ങ് അനുമോളോട് പറയാറുന്നില്ല, എന്താ ചെയ്യാഞ്ഞ്? എന്നിട്ട് അനുമോള് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്കങ്ങ് തൊറ അല്ലേ? അല്ല അതിനകത്തൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ചേച്ചി. അതിനകത്തോട്ട് പോയി കയറുന്നതിന് മുന്നേ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. അതിനകത്ത് കാണിക്കുന്നതൊക്കെ പുറത്ത് വരുമെന്ന് ഇവിടെ കിട്ടിയാ ഒന്നുമില്ല. എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിലും ലൈവ് കുറേ മണ്ടന്മാരിരുന്ന് കാണുന്നുണ്ട്. സോറി, ഞാൻ നിങ്ങളെ ഒന്നും അല്ല കേട്ടോ പറഞ്ഞത്, എന്നെ പോലുള്ള 1-2 മണ്ടന്മാർ ചുമ്മാ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, വല്ലപ്പോഴൊക്കെ മിസ്സാക്കി കളയുന്നത്. ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ഭാഷയിൽ നമ്മളൊക്കെ മണ്ടന്മാരാണല്ലോ, നമ്മളൊന്നും കാണുന്നില്ല. അയ്യോ എന്ത് ചെയ്തു, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ എന്ത് ബാക്ക് സ്റ്റാബാ ചെയ്തത്, എന്നെ കട്ടപ്പാന്ന് വിളിക്കുന്നു. കാണിച്ചത് എല്ലാവരും കണ്ടതാ, അതുകൊണ്ടാണ്. എപ്പിസോഡ് 93 രാവിലെ പാട്ടൊക്കെ ഇട്ടു, നെവിനൊക്കെ തുള്ളിച്ചാടി. നെവിൻ്റെ ഡാൻസ് അടിപൊളി ഡാൻസ് കേട്ടോ, ഇന്നലെ കേട്ടത് അങ്ങോട്ട് വിരകുവാ ചെറുക്കൻ. അത് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നൂറ ആദില രണ്ടുപേരും ഇരുന്ന് ശോകമടിയാണ്. ഞാൻ വേറൊരു കാര്യം പറയാവേ, ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ആൾക്കാരെ വലിച്ചൊന്ന് കീറും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകളുടെ PR-കൾ, പ്രിയപ്പെട്ടവരെ, എന്നെ സ്നേഹിക്കുന്നവരെ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഉണ്ട്, സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോടെ എന്തൊക്കെയോ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് അങ്ങനെ തോന്നുന്ന ആളുകളെ, പ്രിയപ്പെട്ടവരെ, പറ്റുമെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യണേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക, പറ്റുമെങ്കിൽ ഷെയറും കൂടെ ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, ചില ആൾക്കാരെ വലിച്ചങ്ങോട്ട് കീറുന്നോണ്ടാന്ന് തോന്നുന്നു. ഈ PR പോലെ വേറൊരു സാധനമുണ്ട്, OR അങ്ങനെ എന്തോ ഒരു മാങ്ങാണ്ടി. അപ്പോൾ ഇതുള്ളത് കൊണ്ട് തന്നെ ചിലവന്മാർ നമ്മുടെ ചാനൽ അങ്ങോട്ട് അടിച്ചങ്ങ് ഇല്ലാതെയാക്കാൻ നോക്കുക. കാരണം അവന്മാർ കാശ് മേടിച്ചിട്ട് ആർക്ക് വേണ്ടിയാണോ പണിയെടുക്കുന്നത് അവരെ പറ്റി നമ്മൾ നല്ലത് മാത്രമേ അങ്ങോട്ട് പറയാവുള്ളൂ. അവരുടെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ നമ്മുടെ വീഡിയോ അങ്ങ് അടിച്ച് താഴെ കളയുക. ഇങ്ങനെയുള്ള ചില വൃത്തികേടുകൾ നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ
പെട്ടിട്ടുണ്ട്, ഇങ്ങനെ കേൾക്കുന്നു ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പറ്റുമെങ്കിൽ ഒന്ന് തള്ളി നമുക്കൊക്കെ ഒരു ഇച്ചിരി പുഷ് തരിക. ആ പുഷ് തന്നാൽ മതി, അടിച്ച് നിലത്തൊക്കെ വിട്ടേക്കല്ലേ. അപ്പോൾ എന്താണെങ്കിലും നൂറ അതില രണ്ടുപേരും കൂടെ രാവിലെ ഇരുന്ന് കഥ പറയുന്നതാണ്. നൂറ പറയുന്നുണ്ട്, ബേബി ഇനിയിപ്പോൾ 6 ദിവസമേ ഉള്ളൂ, നമ്മൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ എത്തണം ഫൈനൽ 5 പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആകും എന്ന് എനിക്കറിയില്ല. നമ്മൾ പോകുമോ ബേബി? ഉടനെ അതില്ല, എനിക്ക് തോന്നുന്നു 7 പേരിൽ 5 പേരും ചിലപ്പോൾ കയറും, നമ്മൾ 2 പേരെയും പറഞ്ഞു വിടാനുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഉടനെ നൂറ പറയുന്നുണ്ട്, അതിനാണോ ബേബി നമ്മളിവിടെ നിർത്തിയത്? അതിനാണോ ഇവിടെ നിർത്തിയത്? ഇത്രയൊക്കെ നിൽക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം ബേബി. ഞാൻ ബേബിയോട് പറയുക, നമ്മൾ അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ കാണണം. ഇത്രയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റിയല്ലോ, ഓക്കെ, അത്രയൊക്കെ വെച്ച് നമുക്കങ്ങ് സമാധാനിക്കുക എന്ന് പറയുന്നുണ്ട്. മോളെ ആദില നൂറ, മക്കളെ നിങ്ങൾ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ തുടരും, അതിനകത്ത് ഒരു നെവിനെയൊക്കെ അടിച്ചിടാൻ നിങ്ങൾക്ക് പറ്റും, ഷാനവാസിനെ അടിച്ചിടാൻ പറ്റും, അക്ബറിനെ നിങ്ങൾക്ക് അടിച്ചിടാൻ പറ്റും, വേണമെങ്കിൽ അനിമോളെ വരെ ചിലപ്പോൾ അടിച്ചിടാൻ പറ്റും. പിന്നെ അനിമോളിൻ്റെ PR പണിയൊക്കെ ഒരുപാടുള്ളത് കൊണ്ടും അനിമോളെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നത് കൊണ്ടും എനിക്കറിയത്തില്ല എന്താവുമെന്ന്. അനീഷേട്ടനെ തൊട്ട് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, അതിറക്കുന്ന സാധനത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ബാക്കി കുറേ പേരെയൊക്കെ നിങ്ങൾക്ക് അടിച്ചിടാൻ പറ്റും. പക്ഷെ അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് നിൽക്കണം. നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ പോയ ആൾക്കാർ വന്ന് കയറുമ്പോൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, അല്ല വൃത്തിക്ക് കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്, മാറി ഇന്ന് താങ്ങുന്നൊരു പരിപാടി. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങളെ വിലയിരുത്തും, തന്നുകൊണ്ടിരുന്ന വോട്ട് ചിലപ്പോൾ അങ്ങോട്ട് വലിക്കും, അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ, മക്കളുടെ സംശയങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കിച്ചണിൽ അനിമോളും നെവിനും കൂടെ കുക്ക് ചെയ്യുന്നു. അനീഷേട്ടൻ അപ്പുറം എന്തോ അരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നെവിൻ്റെ പാട്ട്, കുടജാദ്രിയിൽ പ്രണയം പൂത്തു, മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, കുടജാദ്രിയിൽ കുട ചൂടുമ. അപ്പം ആ പാട്ടൊക്കെ പാടി നെവിനൊന്ന് പുഷ്പിപ്പിക്കുന്നുണ്ട് അവിടെ അനീഷേട്ടൻ. ഉടനെ നമ്മുടെ നെവിൻ എന്തോ ഉടനെ അനീഷേട്ടൻ നിർത്തൂ, ഒരാൾക്ക് ഒരു ഇഷ്ടം വന്നു, അയാളത് പറഞ്ഞു, വളരെ പ്രതീക്ഷയോടുകൂടി അയാളത് പറഞ്ഞു. അപ്പുറം നിൽക്കുന്ന ആള്, എതിർവശത്ത് നിൽക്കുന്ന അയാൾക്ക് അയാളുടെ ഒരു ഭാഗമുണ്ടല്ലോ, അയാൾക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കാര്യത്തെ, അയാളുടെ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു കാര്യത്തെ നമ്മൾ ബഹുമാനിക്കണം. നമ്മളത് വിട്ടു. പിന്നെ എന്തിനാണ് നെവിൻ? ഉടനെ അക്ബർ തൊട്ടപ്പുറം നമ്മുടെ മറ്റേ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അക്ബറിൻ്റെ മറ്റേ മെയിൻ സാധനം ഉണ്ടല്ലോ, എന്താണ് ബീം ബാഗ്, അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് അക്ബർ, അനീഷേട്ടാ പ്രണയ ഗാനമൊക്കെ നമ്മൾ പാടുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അനീഷ് ഒന്നും മിണ്ടുന്നില്ല. എന്തിനാടേ? അത് കഴിഞ്ഞു, അതും പിടിച്ചോണ്ട് പോവുക മുന്നോട്ട്. എന്ത് കാര്യത്തിന്? വേറെ കണ്ടന്റ് ഒന്നും ഇല്ലേ നിങ്ങൾക്ക്? വേറെ കണ്ടന്റ് ഒന്നും കൊടുക്കാനില്ലേ? അക്ബറിനോടും നെവിനോടും ഒക്കെ വേറെ ഒന്നും നിങ്ങൾക്കില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളത് പിടിച്ചോ, ഇല്ലെങ്കിൽ അത് തന്നെ പിടിച്ചോണ്ട് പോക്കോ. പക്ഷെ മനസ്സിലാക്കുക, അവരുള്ളതുകൊണ്ടാണ് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നത് എന്നുള്ളത്. അത് പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്ന നിങ്ങളും കൂടെ മനസ്സിലാക്കണം. അക്ബറിനെ സ്നേഹിക്കുന്നവരും നെവിനെ സ്നേഹിക്കുന്നവരും ഒക്കെ രണ്ടുപേരും ഇപ്പോഴും അനിമോളുടെ പ്രണയവും അനീഷേട്ടൻ്റെ പ്രണയവും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നാണക്കേട് ചേട്ടന്മാരെ, പുതിയ എന്തെങ്കിലും പിടിക്കാം. പാട്ട് പാടുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം അനിമോളും അനീഷേട്ടനും കൂടെ നമ്മുടെ ഊഞ്ഞാലിരിക്കുന്നുണ്ട്. അനീഷേട്ടൻ അനിമോൾ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അനിമോളാണ് ഒറ്റയ്ക്കോട്ടിരിക്കുന്നത്, അനീഷേട്ടൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അനിമോളെ ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അനീഷേട്ടൻ അങ്ങനെ ക്ഷമ പറയേണ്ട തെറ്റൊന്നും അനീഷേട്ടൻ ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, സ്നേഹം തോന്നും. ശൈത്യ സ്നേഹത്തെപ്പറ്റി വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. എനിക്ക് പറയാനുള്ളത്, സ്നേഹം തോന്നും, ആരോട് വേണമെങ്കിലും സ്നേഹം തോന്നും. തുറന്നു പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഗട്ട്സ്, അതിനൊരു കയ്യടി തന്നെ കൊടുക്കണം, മനസ്സിലായില്ലേ? അല്ലാതെ ചിലവന്മാർക്ക് മറ്റേ പ്രണയം മൂത്തിട്ട് അവസാനം അത് വേറെ മോഡിലോട്ട് പോയി പാവം കൊച്ചു പിള്ളേരോട് വരെ വൃത്തികേട് കാണിക്കുന്ന നാടാണ് നമ്മുടേത്, മനസ്സിലായില്ലേ? പലതും കുത്തിക്കയറ്റി പല വൃത്തികേടുകളും ചെയ്യുന്ന നാടാണ് നമ്മുടേത്. അവിടെ ഇങ്ങനൊരു ഷോയിൽ ഒരു വ്യക്തി, പുള്ളിക്ക് തോന്നി, പുള്ളി ഓപ്പണായിട്ട് പറഞ്ഞിടേ അതിനകത്ത് എന്താ ഇത്ര തെറ്റിരിക്കുന്നത്? എനിക്കതിനകത്തൊരു തെറ്റും തോന്നുന്നില്ല, ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുള്ളി അത് പറയാൻ കാരണം അനിമോള് പുള്ളിയെടുക്ക് നിന്ന ഒരു, അല്ലെങ്കിൽ എന്താ ഇച്ചിരി തമാശയ്ക്ക് പോലും അനിമോള് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പുള്ളി അത് സീരിയസ് ആയിട്ട് എടുത്തു. അതിനകത്ത് എനിക്ക് പുള്ളിയെ കുറ്റം ഞാൻ പറയത്തില്ല, അവിടെ ഞാൻ പുള്ളിയെ കുറ്റം പറയത്തില്ല, അനിമോളെയും കുറ്റം പറയത്തില്ല. അനിമോള് തമാശയ്ക്ക് ചെയ്തു. പക്ഷേ അപ്പോൾ അനിമോള് ചിന്തിക്കേണ്ട ഒരു കാര്യം, പുള്ളി ഓൾറെഡി ഒരു ട്രോമയൊക്കെ കഴിഞ്ഞ് വന്നൊരു മനുഷ്യനാണ്. പുള്ളി ഒരു നാട്ടും പുറത്തെ ഒരു സാധാരണക്കാരൻ, പുള്ളിയെടുക്ക് ഈ ഒരു സാധനം കാണിക്കുമ്പോൾ പുള്ളി അതിനെ എങ്ങനെ എടുത്തുകൊണ്ട് പോകും എന്ന് അനിമോള് ചിന്തിക്കേണ്ടതായിരുന്നു. അനിമോളത് ചിന്തിച്ചിട്ടും ഒരു ഗെയിമായിട്ടാണ് കളിച്ചതെങ്കിൽ ഓക്കെ,
ഗെയിമായിട്ട് കളിക്കുക. പക്ഷെ അപ്പോൾ ഒരു ഓർക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ ഇമോഷൻ വെച്ചാണ് അവിടെ ഗെയിം കളിച്ചത്. പ്രത്യേകിച്ച് പുള്ളിയെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു പാവം. അത് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇവർ രണ്ടുപേരും ഊഞ്ഞാലേ ഇരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉടനെ ആദില നമ്മുടെ നെവിനൊക്കെ പുറകെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയൊക്കെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അനുമോളും ആദിലയും കൂടെ ഇവിടെ നൂറേയും കൂടെ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ അവർ വരുന്നുണ്ട്. വരുന്ന സമയത്ത് അനുമോൾ, അല്ലെങ്കിൽ ഇവർ മൂന്നുപേരും കൂടെ ഇരിക്കും, അനുമോൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഒരു രീതിയിലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു പോർഷനിൽ ഞാൻ അനുമോളെ കുറ്റം പറയും. അനുമോളെ സ്നേഹിക്കുന്ന, അനുമോളെ മാത്രം, അനുമോൾ എന്ത് ചെയ്താലും എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ചിലപ്പോൾ എന്നെ തെറി പറയും. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ചാനലിന് പണി കിട്ടുന്ന രീതി ഓരോ വൃത്തികേടുകളൊന്നും കാണിക്കല്ലേ. എനിക്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു അത് ശരിയായില്ല. അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറയും. അത് വേറൊന്നുമല്ല, ഇത്രയും വലിയ ഡയലോഗുകളൊക്കെ അനീഷേട്ടൻ പറഞ്ഞിട്ടും അനുമോളും കൂടുതൽ പറയുന്നുണ്ട്. ചേട്ടാ എനിക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞില്ല ഊഞ്ഞാലിരുന്ന് കഥ പറയുമ്പോൾ ചേട്ടാ മനസ്സിലാവും, കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലെടുക്കലും നൂറെടുക്കലും ഇരുന്ന് പറയുകയാണ്. പുള്ളിയുടെ സംസാരത്തിൽ പുള്ളി വളരെ മാന്യമായിട്ട് മോളെ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പോയതാണ്. അല്ലാതെ പുള്ളിയുടെ ആ സംസാരത്തിൽ എനിക്ക് ഒന്നും തോന്നിയില്ല. അനുമോള് ആദിലോടൊക്കെ പറയുകയാണ്, പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് പുള്ളി വീണ്ടും പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നി ഇവിടെ വന്ന് ഇരുന്നപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. ലിറ്ററലി അതും ആ ഊഞ്ഞാലിൻ്റെ അവിടെ തന്നെ ഇരിക്കുന്നത്. അനീഷേട്ടൻ എണീറ്റ് പോയതിന് ശേഷം ഇവരിയ്ക്കുന്നത്. ആദില വന്നിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. അതിനുശേഷം അനൂറ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഡയലോഗ് പറഞ്ഞത് എന്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനീഷേട്ടൻ എന്ത് പ്രതീക്ഷിക്കുന്നെന്ന്? അനീഷേട്ടൻ അവിടെ വന്ന് വളരെ മാന്യമായിട്ടാണ് അനുമോളോട് പറഞ്ഞത്, തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളൊരു സാധനം. എന്നിട്ട് അനുമോൾ ഈ ഡയലോഗ് അടിക്കേണ്ട കാര്യം എന്തിന്? അനുമോൾ ആ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഏത് രീതിയിൽ കൂടെ നോക്കിയാലും ഒരു ഗെയിമറായിട്ട് അനുമോൾ അത് കളിച്ചതാണെങ്കിലും ആ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഗെയിം കളിക്കാം. പക്ഷെ ഒരാളുടെ ആ പാവം മനുഷ്യൻ ഒരു സാധുവാന്ന് തോന്നുന്നു. അയാളുടെ ഇമോഷൻ വെച്ച് ഇനിയും കളിക്കാതിരിക്കുക, വിട്ടേക്കുക. നേരത്തെ തമാശ രീതിയിൽ അതൊക്കെ ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം, വിട്ടുകളയാം. പക്ഷെ വീണ്ടും അയാളത് വിട്ടു. അയാളത് നല്ല രീതിയിൽ വന്ന് സംസാരിച്ചതിന് ശേഷം പുള്ളിയുടെ മനസ്സിൽ എന്തോ ഇപ്പോഴും അത് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ പറയാതിരിക്കുക. അത് അനുമോൾക്ക് തന്നെ തിരിച്ചു പണിയാവും. അതിൻ്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു ആ ഒരു ഡയലോഗിൻ്റെ. അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് ഓരോരുത്തരായിട്ട് നമ്മുടെ റീഎൻട്രി. അപ്പാനി വരുന്നുണ്ട്. അപ്പാനി വന്നിട്ട് റീഎൻട്രി നടത്തുന്നുണ്ട്. അപ്പാനി വന്നിട്ട് റീഎൻട്രി നടത്തിയപ്പോഴും ഉണ്ടല്ലോ, അപ്പാനി വന്ന് കയറുന്നു. അതിന് ശേഷം എല്ലാവരും കൂടെ മറ്റേ നമ്മുടെ ബീം ബാഗിലും മറ്റേ കൗച്ചിലൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് അനുമോളെ, എന്തിനിങ്ങനെയുള്ള ഡയലോഗുകൾ? എനിക്കറിയാൻ പാടില്ല. വട്ടമേശന സമ്മേളനം നടത്തുകയാണ്. അപ്പോൾ അനുമോള് അയ്യോ എന്തോ ഒരു കാര്യമാണ് പറയുന്നത്. ലൈവ് ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. എപ്പിസോഡിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അയ്യോ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു, അനീഷേട്ടനെ ചൂണ്ടി കാണിച്ചിട്ട് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു ചോദിച്ചത് എൻ്റെ അടുത്ത്. ഉടനെ ആദ്യം അവിടെ തൊട്ടടുത്തിരിപ്പുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഇദ്ദേഹമോ? അനീഷേട്ടൻ, ഹലോ അനീഷേട്ടൻ എന്ന് പറയുന്നുണ്ട്. ഉടനെ അനുമോള് അനീഷേട്ടൻ ചോദിച്ചു. ഉടനെ അനീഷേട്ടൻ അടുത്ത ഡയലോഗ്, പെട്ടെന്ന് ഇദ്ദേഹം എന്നൊക്കെയോ? പുള്ളിക്ക് അത് കേട്ട ഉടനെ ഒരു സന്തോഷം. ഇനി ആ നിമിഷം പുള്ളി വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല സത്യം. കാരണം അനുമോൾ എന്തിന് ഈ കുദ്ദേഹം ഇത്രയും ദിവസവും അനീഷേട്ടൻ അല്ലെങ്കിൽ അനീഷ് ഇങ്ങനെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ. അല്ലാതെ ഇദ്ദേഹം, ഇതൊക്കെ കാണുമ്പോൾ സാധാ ജനങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, ഈ കുട്ടി എന്തിനാ പിന്നെയും അയാൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള ഇദ്ദേഹം. ഉടനെ നമ്മുടെ അപ്പാനി വിട്ടിരുന്ന് പറയുന്നുണ്ട്, നമ്മുടെ ഏതായിരുന്നു എനിക്കൊന്ന് ചിത്രം സിനിമയിലെ ലാലേട്ടൻ ഡയലോഗ് ഉണ്ടല്ലോ, ലാലേട്ടൻ്റെ, അതായത് ഉറക്കമൊക്കെ പിടിച്ചിരിക്കുക കേട്ടോ, സത്യമായിട്ട് നല്ല ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, താഴെ പറയണേ. മാക്സിമം തെറ്റ് പറയാനായിട്ട് ശ്രമിക്കാതെ. വേറൊന്നുമല്ല, പേരുകൾ ഇതുപോലുള്ള കിലുക്കമല്ല ചിത്രം പടത്തിൽ ലാലേട്ടൻ്റെ ഒരു ഡയലോഗുണ്ട്. ലാലേട്ടനോട് നമ്മുടെ മറ്റേ നായികയുടെ പേരെന്തായിരുന്നു, അയ്യോ ഞാൻ മറന്നുപോയി. അപ്പോൾ അവർ പറയുന്നത്, അദ്ദേഹത്തെ വിളിച്ചോളൂ, മറ്റേ ഊണ് കഴിക്കുമ്പോഴുള്ള ഒരു 2-3 ഷോർട്ട്സ് ആയിട്ട് ഇങ്ങനെ കാണിക്കത്തില്ലേ, ആ ഒരു സാധനം, അദ്ദേഹത്തെ വിളിക്കൂ, അവനെ വിളിച്ചേക്ക്, ആ ഒരു സാധനം നമ്മുടെ അപ്പാനി ഇവിടെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അനുമോളുടെ പ്രവൃത്തി എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം എന്തിനാണ് അനുമോൾ ഇങ്ങനെ പുള്ളിക്ക് പ്രതീക്ഷ കൊടുക്കരുത് ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട്? അത് തെറ്റാണ് അനുമോളെ. ചിലപ്പോൾ അനുമോൾ അതൊന്നും ചിന്തിച്ചായിരിക്കത്തില്ല പറഞ്ഞത്, പെട്ടെന്ന് ആ ഒരു വാക്ക് വന്നതായിരിക്കാം. പക്ഷേ അതൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരാളാണ് അനുമോൾ. ഇല്ലെങ്കിൽ അനുമോളെ കൊണ്ടേ അത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, വേറെ ആരെ കൊണ്ടും അത് പറ്റത്തില്ല. അപ്പോൾ അനുമോൾ അത് ചെയ്യേണ്ടതാണ്, അല്ലാതെ അത് ചെയ്യാതെ കാണാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ എന്താണെങ്കിലും അതങ്ങോട്ട് കഴിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്റൂമിലെ അപ്പാനി അക്ബർ ഇവരുടെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്.
അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അവർ പുറത്തിറങ്ങി കഴിഞ്ഞാലും നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മുടെ സ്റ്റോർ റൂം വഴി സരിക വരുന്നു, ശാരിക കൺഫെഷൻ റൂം വഴിയാണ് അവർ വരുന്നത്. അതെ കൺഫെഷൻ റൂം വഴി ഇവർ വരുന്നുണ്ട്. ശാരികയൊക്കെ വന്നിട്ട് പ്രത്യേകിച്ച് എപ്പിസോഡിലൊന്നും അവരെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഫ്രണ്ട് ഡോർ വഴി നമ്മുടെ മുൻഷി വരുന്നുണ്ട്, ബിൻസി വരുന്നുണ്ട്, ഷൈറ്റി വരുന്നുണ്ട്. മുൻഷിക്ക് എന്തിനാണ് ഇത്രയും സ്ക്രീൻ സ്പേസ് കൊടുത്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സാരിയൊക്കെ കൊടുത്തോണ്ട് എന്താണ് പുള്ളി കാണിക്കുന്നത്? സീക്രട്ട് ടാസ്ക് ആണ്. ഇതാണ് സീക്രട്ട് ടാസ്ക്. ഇതാ ബിഗ് ബോസിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുമല്ലോ ചേട്ടാ. എന്താണെങ്കിലും മുൻഷി വന്ന് കയറി ഉടനെ അനീഷിനെ ചൊറിയാൻ തുടങ്ങി. മുൻഷി കയറി വന്നിട്ട് നേരെ അനീഷിന് കൈയൊക്കെ കൊടുത്തിട്ട് BigBossMarried.com എൻ്റെ അണ്ണാ നന്നായിട്ടുണ്ട് അണ്ണാ, അനിമോള് ആകാശത്ത് നിന്ന് ഇറങ്ങി വാ, അനിമോൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വാ എന്നൊക്കെ അന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ ദേ സീസൺ തീരാറായപ്പോഴത്തേക്ക് അനിമോളെ താലി കെട്ടി കൊണ്ടുപോകാനുള്ളൊരു മൂഡിലേക്കാണല്ലോ എന്നൊക്കെ ഈ വ്യക്തി ഇരുന്ന് പറയുന്നുണ്ട്. ഉടനെ നമ്മുടെ ഷാനവാസ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കൃഷിക്കാരനല്ലേ. ഉടനെ മുൻഷി കൃഷിക്കാരനാ വിത്തിടാം എന്ന് വിചാരിച്ചതായിരിക്കും അല്ലേ എന്ന് പറയുന്നുണ്ട്. ഉടനെ അനീഷേടൻ പറയുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് താല്പര്യമില്ല. ഉടനെ മുൻഷി എന്നാലും അതെന്ത് സ്ട്രാറ്റജി ആയിരുന്നു അനീഷേ, അത് സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നോ? ഉടനെ അനീഷ് പറയുന്നുണ്ട് ഒരു സ്ട്രാറ്റജി അല്ല ചേട്ടാ, ഒരു സ്ട്രാറ്റജി അല്ല, എനിക്ക് തോന്നി ഞാനത് പറഞ്ഞു. ഉടനെ മുൻഷിയുടെ ഡയലോഗ് അത്രയ്ക്കും നിയന്ത്രണം വിട്ടു പോയോ അനീഷേന്ന്. അതൊരുമാതിരി മറ്റേടത്തെ ഡയലോഗ് ആയിപ്പോയില്ല മുൻഷി രഞ്ജിത്ത് ചേട്ടാ. അല്ല അത് എനിക്കങ്ങനെ ഇച്ചിരി മോശമായിട്ട് തോന്നി. നിയന്ത്രണം വിട്ടുപോകാനാ എന്താ? പുള്ളി മറ്റേ ട്രക്ക് വല്ല ഓടിച്ചോണ്ട് വന്നപ്പോൾ നിയന്ത്രണം വിട്ടുപോയതാണോ? നിയന്ത്രണം വിട്ടുപോയെന്ന് എന്തോ എന്നിട്ട് എന്താ 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, പുറത്തിറങ്ങിയിട്ട് എന്താണെങ്കിലും നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അതൊക്കെ പറയേണ്ട കാര്യം പുള്ളിക്ക് എന്താ? അല്ല കയറി ചെന്നിട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് ചോദിക്കുന്നത് അതിൻ്റെ കാര്യം എന്താ? പുറത്തിരുന്ന് പറഞ്ഞാൽ ഓക്കെ, അകത്തോട്ട് കയറി ചെന്നിട്ട് അനീഷിനോട് എന്തിനാണ് അനീഷ് ഉപദേശിക്കാൻ ചെന്നതാണ്, പക്ഷെ നടന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ടോക്ക് അവിടെ നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഓരോരുത്തരൊക്കെ കാണിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷാനവാസ് അനീഷ് ബിൻസി ഇവർ 4 പേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മുൻഷി പറയുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ അനിമോൾ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ എന്ന് അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ അനീഷേട്ടൻ്റെ ഒരു ഡയലോഗുണ്ട്, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ, ഞാനും അനിമോളും തമ്മിലുള്ള വിഷയം, ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. 3ാമതൊരാൾ കയറി വന്നിട്ട് ഒരു കയ്യടി കൊടുക്കാൻ തോന്നി എനിക്ക് ഡയലോഗ് കേട്ടപ്പോൾ. 3ാമതൊരാൾ കയറി വന്നിട്ട് ഇത് കുത്തിപ്പൊക്കാൻ നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല, താല്പര്യമില്ല എനിക്ക് എന്ന് പുള്ളി പറയുന്നുണ്ട്. അനീഷേട്ടൻ അവിടെ പറഞ്ഞ് തീർത്തു. ഉടനെ മുൻഷി അയ്യോ കുത്തിപ്പൊക്കിയതൊന്നുമല്ല, നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് ആര് സംസാരിച്ച് വന്നപ്പോൾ അല്ല അനീഷേട്ടൻ ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചില്ല. വന്ന് കയറി ഉടനെ മറ്റേ M4 BigBossMarried.com എന്ന് പറഞ്ഞ് തുടങ്ങിയത് നമ്മുടെ മുൻഷി ചേട്ടനാ. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ സംസാരിച്ചെന്ന് പറയരുത്. ഞാൻ സംസാരിച്ച് വന്നപ്പോൾ അങ്ങോട്ട് വന്നു, അപ്പം ഇത് പറഞ്ഞു എന്നങ്ങ് പറയേണ്ടതായിരുന്നു. അതായിരുന്നു ശരി. ഓക്കെ. അപ്പം മുൻഷിച്ചേട്ടൻ കയറി വന്നിട്ട് മറ്റേ ആദ്യമേ ഇറങ്ങി പോയല്ലോ, ഫസ്റ്റ് പോയ ടീമാണല്ലോ. അപ്പം തിരിച്ച് കയറി വരുമ്പോൾ റീ എൻട്രി എങ്കിലും ഒന്ന് മാസാക്കാം. നല്ല ഊക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ പുറത്ത് വന്നപ്പോൾ, എന്തിനാണ് അതിനകത്ത് പോയെന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടി കയറി വന്നതാണ്. പക്ഷേ കയറി വന്നിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം വലിയ ചീത്തപ്പേരില്ലായിരുന്നു, ചീത്തപ്പേരിൻ്റെ അങ്ങേ അറ്റം കൊണ്ട് മുൻഷിച്ചേട്ടൻ വെളിയിലോട്ട് പോകത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ കിടന്നുള്ള കാട്ടായമൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ മുൻഷിച്ചേട്ടൻ അപ്പം തന്നെ മോളെ മുത്തുമണി ഒരു ചായ തരുവോടി, ഒരു PR ഇല്ലാത്തൊരു ചായ. അല്ല അനിമോളാരാ? ഇവൻ്റെ അമ്മായിയുടെ മോളോ? കയറി ചെന്നുടനെ അനിമോൾ ചായ ഉണ്ടാക്കി കൊടുക്കാൻ. വേണമെങ്കിൽ പോയി ചായ ഇട്ട് കുടിക്കണം, കൈയുണ്ടല്ലോ. അതും അവൻ ചായയും വേണം, എന്നാൽ PR ഇല്ലാത്ത ചായ. ഒരു ഗെയിം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ക്വാളിറ്റി വേണ്ടേ? ഇതൊരുമാതിരി ചത്താ പച്ച ഒരു വേറൊരു മോഡ് ഓഫ് ഒരു സാധനമൊക്കെ പിടിച്ച് പോകുന്നതിന് മുൻഷേ ഞാൻ കണ്ടു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റേ സാരി ഉടുത്ത് നടക്കുന്നു. അനിമോളെ കൊണ്ട് തന്നെ സാരി ഉടുപ്പിക്കുന്നു. അനിമോളെ സീക്രട്ട് ടാസ്ക് ആണെന്ന്. അനിമോളെ ഒരു വാദം ഇല്ലാതെ അത് ഉടുപ്പിച്ച് വിടുന്നുമുണ്ട്. ചിന്തിക്കേണ്ടതായിരുന്നു, ഇതൊക്കെയാണോ ഒരു സീക്രട്ട് ടാസ്ക്? അതും ലാസ്റ്റ് തീരാറായപ്പോൾ സീക്രട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സീക്രട്ട് ടാസ്ക് കൊടുത്താലോ എന്ന് അനിമോൾ ചിന്തിച്ച് കാണും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെയാണ് ഒരു സീക്രട്ട് ടാസ്ക്. പോട്ടെ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. മാക്സിമം കാണുക കേട്ടോ, കാരണം കുറച്ച് കാര്യങ്ങൾ മെയിൻ സാധനം എത്തിയിട്ടില്ല, എത്താൻ പോണതേ ഉള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പം മുൻഷി ഇത് കഴിയുമ്പോഴത്തേക്ക് മുൻഷി പറയുന്നുണ്ട് ഒരാൾ ചിരിക്കുവോ കളിക്കുവോ അടുപ്പം, അനീഷിനോടാണ്, ഒരാൾ ചിരിക്കുവോ കളിക്കുവോ അടുപ്പം കാണിക്കുകയോ ചെയ്താൽ ഉടനെ അത് അങ്ങ് സ്നേഹമാണ്, അല്ലെങ്കിൽ അത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് നേരെ പോയി പ്രപ്പോസ് ചെയ്യരുത് അനീഷ്. അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുക്ക വന്ന് ഇങ്ങനെ ചിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് മൈൻഡ് ചെയ്യണം.
എന്നിട്ട് നമ്മൾ ഒരിക്കലും തിരിച്ച് പ്രപ്പോസ് ഒന്നും ചെയ്യാൻ പോരുത് അനീഷ്, അതൊക്കെ തെറ്റാണ്. ജീവിതം മുന്നോട്ട് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് കാണണം, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഉടനെ അനീഷേട്ടൻ്റെ ഡയലോഗ് പറയുന്നുണ്ട്, മുന്നേ ഉപദേശവും ഊഞ്ഞാലാട്ടിലും ഒന്നിച്ചു വേണ്ട, ഉപദേശം വേണ്ട, ഞാനത് സ്വീകരിക്കുന്നില്ല, ഞാനത് തള്ളിക്കളയുന്നു എന്നൊരു ഡയലോഗ് അനീഷേട്ടൻ കൊടുക്കുന്നു. പിന്നെ മുൻഷിയുടെ മുണ്ടാട്ടം അങ്ങ് മുട്ടി, പിന്നെ ഒന്നും പറയാനില്ല. കാരണം കിട്ടി നല്ല ഒന്നാം തരം പുച്ഛം, പിന്നെ ഒന്നും മിണ്ടാനില്ലല്ലോ. അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ബിൻസിയുടെ മടിയിൽ കയറി അനുമോൾ ഇരിക്കുന്നുണ്ട്. ബിൻസി അപ്പോൾ മറ്റേ പഴയ കേസ് പറഞ്ഞൊന്ന് കുത്തുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ അപ്പാനി ഇറങ്ങി പോകാൻ നേരത്ത് അപ്പാനിയോട് പറഞ്ഞായിരുന്നല്ലോ, അല്ലെങ്കിൽ അപ്പാനി ഇറങ്ങിപ്പോയപ്പോഴല്ല, ബിൻസി ഇറങ്ങിപ്പോയതിനു ശേഷം അപ്പാനിയോട് ഒരു ഡയലോഗ് അടിച്ചല്ലോ, അപ്പാനി നീ കാരണമാണ് ആ പെങ്കൊച്ച് പോയത് എന്നുള്ളൊരു സാധനം. അപ്പോൾ അത് മോശമായി, അതെനിക്ക് പുറത്ത് കുറച്ച് പണിയൊക്കെ കിട്ടി, അത് ആൾക്കാരൊക്കെ വേറെ രീതിയിൽ എടുത്തു, ഞാനത് പിന്നെ ഇറങ്ങിയിട്ട് പറയാമെന്ന് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ബിൻസി അവിടെ ഹാൻഡിൽ ചെയ്തു കേട്ടോ. ബിൻസി എനിക്ക് തോന്നുന്നു കയറി വന്നതിന് ശേഷം വളരെ നീറ്റായിട്ടാണ് ഓരോ ആൾക്കാരോട് നിൽക്കുന്നത്. രാത്രി മാത്രം പാതിരാത്രി ഒരു പരിപാടി നടത്തുന്നുണ്ട്, പക്ഷേ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അനുമോളോട് ഒരു സാധനം കഴിയുന്നുണ്ട്. ഇത് കഴിയുമ്പോഴാണ് മെയിൻ ടോപ്പിക് അല്ലെങ്കിൽ മെയിൻ ജഞ്ചാബുഞ്ച സാധനം വരുന്നത്. വേറൊന്നുമല്ല, ശൈത്യ, ഷാനവാസ്, അനീഷ, നെവിൻ ഇവർ ഇത്രയും പേരിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഞാൻ അനുമോളുടെ കേസ് വിടൂ, അനീഷേട്ടൻ്റെ കേസിലൊക്കെ ഈ തല കൊണ്ട് വെച്ചത് ശൈത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കിട്ടിയൊന്നും അല്ല. ഇനിയാണ് ശൈത്യ മേടിക്കാൻ പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങിക്കാണുമെന്ന് തോന്നുന്നില്ല, തിരിച്ചെത്തിയോ എനിക്കറിയത്തില്ല. സാധാരണ എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിപ്പോയി, ഒരു കാര്യം നമുക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ തിരിച്ചെത്തിയെന്ന് തോന്നുന്നു. തിരിച്ചിറങ്ങുമ്പോൾ ഇനിയും ഗംഭീര ഹേറ്റഡ് ആയിരിക്കും ശൈത്യക്ക്. കാരണം അനുമോളുടെ കേസ്, വീണ്ടും ഞാൻ പറയുന്നത് അനുമോളുടെ കേസ് വിടുക, അനീഷേട്ടൻ്റെ ചെന്നിട്ട് പറയുകയാണ് നമുക്ക് ഇവരുടെ എൻഗേജ്മെൻറ്റ് നടത്താം. ഷാനവാസൊക്കെ ഇരിപ്പുണ്ട്, ഷാനവാസ് എല്ലാവരുമായിട്ടാണ് സംസാരിക്കുന്നത്, നമുക്ക് ഇവരുടെ എൻഗേജ്മെൻറ്റ് നടത്താം, അവൾക്ക് അങ്ങനെ എന്തെങ്കിലും സാധനം മനസ്സിലുണ്ടെങ്കിൽ. ഉടനെ ഷാനവാസ് പറയുന്നു, വെറുതെ വിട്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും നീ പറയല്ല ശൈത്യ, എൻ്റെ മിത്രത്തിൻ്റെ മനസ്സിൽ നീ വേദനിപ്പിക്കല്ല, നീ വിട്. മിത്രം എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് വേറൊരു മോഡ്, വിട്. ഞാൻ ഷാനവാസിൻ്റെ കേസ് വിട്ടു, ഷാനവാസിൻ്റെ മിത്രം കളിയോട് എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും ഷാനവാസ് ഈ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഉടനെ ശൈത്യ പറയുന്നുണ്ട്, ഇല്ലില്ല അങ്ങനൊന്നുമല്ല അനീഷേട്ടാ, ഞാൻ അവളുടെ PA ആണെന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കാമോ വേണ്ടയോ? ഷാനവാസിക്ക് പറ, ഒരാഗ്രഹം അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കണ്ടേ, നമ്മൾ നടത്തി കൊടുക്കും എന്നുള്ള രീതിയിൽ ഷാനവാസ് നമ്മുടെ ശൈത്യമോൾ പറയുന്നുണ്ട്. ശൈത്യമോൾ ആരാ? നമ്മുടെ അനുമോളുടെ അമ്മായിയോ അതോ അനീഷേട്ടൻ്റെ അമ്മായിയോ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അല്ല, 100 ദിവസം നിന്നില്ലല്ലോ. എത്ര ദിവസം നിന്നു എനിക്കറിയത്തില്ല, 19 ദിവസം നിന്നില്ലേ, 50 ദിവസം നിന്നോ? എന്താണെങ്കിലും അത്രയും ദിവസത്തിൻ്റെ ബന്ധം, ഒരു 2-3 മാസത്തിൻ്റെ അത്രയും ബന്ധമല്ലേ ഉള്ളൂ. അത്രയും ബന്ധം കൊണ്ട് ചേച്ചി അങ്ങ് കല്യാണം ഉറപ്പിച്ചു കൊടുക്കാൻ ചേച്ചി ആരാ? ചേച്ചി ആരാ ചേച്ചി? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. വലിയ ഡയലോഗുകളാണ്. എന്തിന്? അനീഷേട്ടൻ പറയുന്നുണ്ട്, ഓൾറെഡി ആ വിഷയം കഴിഞ്ഞതല്ലേ, വീണ്ടും എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത്? ഉടനെ ശൈത്യക്ക് വീണ്ടും അനീഷേട്ടനോട് അങ്ങ് സ്നേഹം മൂത്തു. അതോ ഇനി അനീഷേട്ടൻ്റെ ഫാൻസ് എല്ലാം കൂടി എടുത്ത് അങ്ങ് തലയിൽ വെക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത് അറിയത്തില്ല. പക്ഷെ ജനങ്ങൾ മണ്ടന്മാരല്ല, ശൈത്യ ഒരാവശ്യമില്ലാത്ത കാര്യത്തിലാണ് തല പോയി തല വെച്ചിരിക്കുന്നത്. ശൈത്യ ഉടനെ പറയുന്നുണ്ട്, ഒരാൾ ചുമ്മാ അങ്ങോട്ട് വന്നിട്ട് ഒരാൾക്ക് പ്രേമം തോന്നുമോ? ഇല്ല. ഒരാൾ ഇങ്ങോട്ടേക്കൊരു റിയാക്ഷൻ തരുമ്പോഴാണ് തിരിച്ച് നമുക്കൊരു റിയാക്ഷൻ വരത്തുള്ളൂ എന്നുള്ള വലിയ ഡയലോഗുകളൊക്കെ ശൈത്യ പറയുന്നത് കേട്ടു. ശൈത്യ, നിങ്ങൾ പ്രണയിച്ചിട്ടില്ലേ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളോട് ആരോടും ഇഷ്ടം വന്ന് പറഞ്ഞിട്ടില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾക്ക്, ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഒരു ഷോപ്പിൽ പോവാം, ഒരു ദിവസം ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു ദിവസം ഷോപ്പിൽ പോയി, എനിക്ക് ആ ഷോപ്പിൽ ഹായ് ആ പെങ്കൊച്ച് കാണാൻ കൊള്ളാമല്ലോ, ഓക്കെ സെറ്റ്. അടുത്ത ദിവസം തൊട്ട് സ്ഥിരം ഞാൻ ആ ഷോപ്പിൽ പോവുക, ആ പെങ്കൊച്ച് ചിലപ്പോൾ എന്നെ കാണുന്നുണ്ടായിരിക്കും, മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കും. ഒരു ദിവസം ഞാൻ നേരിട്ട് എന്നിട്ട് ആ പെങ്കൊച്ചിനോട് ഇഷ്ടം പറയുക, തെറ്റാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഞാൻ അവിടെ ചെന്ന് വേറെ വൃത്തിയോട് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ പെടലിൽ നോക്കി അടിച്ചേക്കണം, ഓക്കെ. പക്ഷേ ഞാൻ ഒരു ദിവസം പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ ഭംഗി കണ്ടിട്ടായിരിക്കാം, അതിനുശേഷം സ്ഥിരം കയറി ഇറങ്ങി നടക്കും ആ ഷോപ്പിൽ, ആ കുട്ടിയുടെ ക്യാരക്ടറും കൂടെ അറിഞ്ഞു, ഞാൻ നേരിട്ട് എന്ന് പറയുക, ഇഷ്ടം പറഞ്ഞു, എന്താ തെറ്റ്? ഉടനെ ആ പെങ്കൊച്ച് പറയും, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം, നമുക്ക് രണ്ടുപേർക്കും സംസാരിച്ച് നോക്കാം, എന്തെങ്കിലും റെഡി ആവുകയാണെങ്കിൽ നോക്കാം. അങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത്. അങ്ങനെ നടക്കുന്ന ഒരുപാട് റിലേഷൻസ് ഇവിടെ ഇല്ലേ? അല്ലാതെ ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു സാധനം കിട്ടി എങ്കിൽ മാത്രം ഇപ്പുറത്തെ ആക്ക് ഓക്കെ, ആ പെങ്കൊച്ചിന് എന്നെ ഇഷ്ടമാണ്, ആ പെങ്കൊച്ച് ചിരിച്ച് കാണിച്ചു, ഓക്കെ എന്നാൽ ഞാനും അങ്ങോട്ട് ചെന്ന്, അതാണോ അങ്ങനെയാണോ ഇഷ്ടം വരുന്നത്? എനിക്കറിയത്തില്ല. ഒരു പെങ്കൊച്ച് ഇങ്ങോട്ട് ചിരിച്ച് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചൊരു ഇഷ്ടം തോന്നിയിട്ട് പോയി പ്രപ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അല്ല, അത് പുതിയ അറിവാണ്. അഡ്വക്കേറ്റ് ശൈത്യ, നിങ്ങൾ പുതിയ നിയമം വല്ലതും ഇറക്കിയോ അങ്ങനെ പ്രേമിക്കാവുള്ളത്? എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക. ഞാനെങ്ങും കേട്ടിട്ടില്ല.
വലിയ വലിയ മണ്ടത്തരങ്ങളാണ് ശൈത്യമോള് വന്നിട്ടിരുന്ന് പറയുന്നത്. എന്താണെങ്കിലും വലിയ വലിയ മണ്ടത്തരങ്ങൾ. ഉടനെ ശൈത്യ അടുത്ത ഡയലോഗ് അടിക്കുന്നുണ്ട്, ഞാൻ അനീഷേട്ടനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു സ്നേഹം വെച്ചിട്ട് പറയുക, അവൾ ചുമ്മാ നാടകം കളിച്ചതാണെങ്കിൽ, ഒരാളുടെ മനസ്സ് ഇങ്ങനെ ആകുമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷൻ വെച്ച് നിങ്ങൾ അവർ കളിച്ചതാണെങ്കിൽ അതിനെ വെറുതെ വിടാൻ പറ്റത്തില്ല അനീഷേട്ട, അത് നമുക്ക് ചോദിക്കണം എന്നുള്ള രീതിയിലൊക്കെ ശൈത്യ പറയുന്നത് കേട്ടു. സീരിയസ്ലി ശൈത്യ പറഞ്ഞത് ഓക്കെ, വേറൊരാളാണിത് പറയുന്നതെങ്കിൽ ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ശൈത്യ പക്ഷേ ഈ സാധനം പറഞ്ഞത് അനുമോളുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണെന്ന് കാണുന്ന അത്യാവശ്യം ബോധമുള്ളവർക്ക് മനസ്സിലാവും. കൂടുതൽ അതിനകത്ത് വലിയ കാര്യമൊന്നും പറയാനില്ല. കാരണം അനീഷേട്ടനുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷന് ശേഷം ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നുണ്ട്, ആദില, നൂറ, അനുമോള്, ശൈത്യ ഇവർ ഇത്രയും പേരും ഇരുന്ന് സംസാരിക്കുന്നിടത്ത് ശൈത്യ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ അനുമോളോട് ചോദിക്കുന്നുണ്ട്. ഈ കട്ടപ്പ എന്നെ നീ വിളിക്കാൻ കാരണം അതിൻ്റെ റീസൺ എന്താണ്? ഞാൻ എവിടെയാണ് നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തത്? നീ പറ, റീസൺ പറ എന്ന് പറയുന്നുണ്ട്. അനുമോൾ ഒന്നും മിണ്ടുന്നില്ല, എനിക്ക് ഇപ്പോൾ അത് സംസാരിക്കാൻ താല്പര്യമില്ല, പുറത്തിറങ്ങിയിട്ട് ഞാനത് പറയാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അനുമോൾ അവിടെ നിന്ന് എണീറ്റ് നേരെ നമ്മുടെ ഊഞ്ഞാലിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശൈത്യമോൾ പറയുന്നൊരു ഡയലോഗുണ്ട്, നമ്മുടെ അല്ല ആരുടെയൊക്കെയോ ശൈത്യമോൾ പറയുന്നൊരു ഡയലോഗുണ്ട്, അവൾക്ക് റീസൺ ഇല്ല അതുകൊണ്ടാണ് പറയാത്തത്. ചിലപ്പോൾ സത്യമായിരിക്കാം, അനുമോക്ക് കാരണം അറിയത്തില്ല. എന്തുകൊണ്ടാണ് എല്ലാവരും ഈ പുറത്തുനിന്ന് വയൽക്കാട് കയറി വന്നപ്പോഴാണ് അനുമോളോട് പറയുന്നത് കട്ടപ്പയാണ് അവളെ കട്ടപ്പ എന്നാണ് വിളിക്കുന്നത് എന്നുള്ളൊരു സാധനം ഇടുന്നത്. ഓക്കെ, അപ്പം അനുമോക്കും മനസ്സിലായി ഇവള് പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം അനുമോള് പറഞ്ഞത്. അതല്ലാതെ അനുമോക്ക് കറക്റ്റ് റീസൺ അറിയത്തില്ലായിരിക്കും, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവൾ കുത്തിയെന്നുള്ളത് അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇത് ശൈത്യമോള് പറയുന്നത് അവൾക്ക് അറിയത്തില്ല, അവൾക്ക് റീസൺ ഇല്ല, കാരണം പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ശൈത്യമോള് പറയുന്നുണ്ട്. ശൈത്യ എന്നിട്ടൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അത് വലിയൊരു ഡയലോഗാണ്. ഈ ബാക്ക് സ്റ്റാബിങ് അത് ആരാ ചെയ്തതെന്ന് അറിയാമോ? നിൻ്റെ PR, അവൻ തന്നെയായിരുന്നു എൻ്റെയും PR. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ അവൻ കാശ് മേടിച്ചിട്ടുണ്ട്, എന്നിട്ട് നമ്മുടെ രണ്ടുപേരുടെയും വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് പല രീതിയിലും എന്നെ അവൻ കട്ടപ്പയാക്കി മാറ്റി എന്നുള്ളൊരു സാധനം ശൈത്യമോള് പറയുന്നുണ്ട്. സത്യമായിരിക്കാം, സത്യമാകാതെ ഇരിക്കാം, എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു PR കൂട്ടൻ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ PR കൂട്ടനായിരുന്നോ, അവൻ ചതിച്ചതാണോ നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അങ്ങനെ അവൻ കട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടപ്പ എന്നുള്ളൊരു പേര് വീണ് കാണും, ഇല്ലെങ്കിൽ അവൻ്റെ മറ്റേ PR പണികളിലൂടെ ആയിരിക്കും കട്ടപ്പ എന്നുള്ളൊരു പേര് വീണത്. പക്ഷേ ജനങ്ങൾ ലൈവും എപ്പിസോഡും ഒക്കെ കണ്ടതാണ്, പിടികിട്ടിയില്ലേ? ലൈവ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടവർക്കറിയാം എവിടെയൊക്കെയാണ് ശൈത്യമോള് അനുമോക്കിട്ട് കുത്തിയെന്ന് പുറകെയെന്ന് നമ്മൾ കണ്ടതാണ്. ഈ വലിയ ഫ്രണ്ട്ഷിപ്പിൻ്റെ വലിയ കഥകളൊക്കെ പറയുന്ന ശൈത്യമോള് അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കായിരുന്നു, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, എപ്പോഴും അത് തന്നെ ചെയ്യാമായിരുന്നല്ലോ. ഒരു സമയം കഴിഞ്ഞപ്പോൾ അനുമോക്ക് നെഗറ്റീവാണെന്ന് മനസ്സിലായപ്പോൾ നല്ല വൃത്തിക്ക് മറുകണ്ഠം ചാടിയതാണ്. അപ്പുറേ നമ്മുടെ അപ്പാനും ടീമുമായിട്ട് പോയിരുന്ന് അനുമോളെ പറ്റി കുറ്റം പറയുന്നുണ്ടായിരുന്നു, നല്ല പുറകിൽ നിന്നുള്ള കുത്തൽ നടത്തുന്നുണ്ടായിരുന്നു ഇല്ലേ? അത് കണ്ടപ്പോഴാണ് പുറകിൽ നിന്ന് മോള് കുത്തുന്നുണ്ട്, കൂട്ടത്തിൽ കട്ടപ്പ എന്നുള്ളൊരു പേരും കൂടെ വന്നപ്പോൾ കട്ടപ്പ എന്ന് ജനങ്ങൾ വിളിച്ചു തുടങ്ങിയത്. അല്ലാതെ ഇല്ലാത്ത കാര്യം കൊണ്ടൊന്നുമല്ല. വേണമെങ്കിൽ പറഞ്ഞ് മറ്റേ വാദിക്കാം, കോടതി വാദിക്കുന്ന കണക്ക് നമ്മുടെ ശൈത്യമോക്ക്. പക്ഷേ ജനങ്ങൾ കണ്ടതാണ് മോളെ നീ എവിടേക്ക് ഇട്ടാണ് കുത്തിയെന്നുള്ളത്. അത് വെളുപ്പിക്കാൻ വന്നു കഴിഞ്ഞിട്ട് ഇറങ്ങത്തില്ല, നടക്കത്തില്ല, മനസ്സിലായില്ലേ? അനുമോള് ചിലപ്പോൾ ബിഗ് ബോസിൽ സമ്മതിച്ചില്ല, പുറത്തിറങ്ങിയിട്ട് ചിലപ്പോൾ സമ്മതിക്കും, ഞാൻ കണ്ടിട്ടില്ല അവളെന്നെ കുത്തിയത് എന്ന് വേണമെങ്കിൽ അനുമോള് ചിലപ്പോൾ പറഞ്ഞേക്കാം, ചിലപ്പോൾ. പക്ഷേ ജനങ്ങൾ കണ്ടതാ. അതുകൊണ്ട് തന്നെ മോള് ആ ഒരു കേസിൽ ഒരുപാടങ്ങ് വെളുപ്പിക്കാൻ ശ്രമിക്കണ്ട, വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് പോട്ടെ, ഈ അനീഷേട്ടൻ്റെ കേസിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, മാമി വല്ലോ ആണോ ഇവരെ കൊണ്ടങ്ങ് കല്യാണം കഴിപ്പിക്കാനായിട്ട്? അല്ല, അതിനങ്ങ് മുട്ടി നിൽക്കുന്നതും പുള്ളിയോട് സഹതാപം തോന്നുന്നതും അനുകമ്പ തോന്നുന്നതും ഇതൊക്കെ അനുമോളോടുള്ള ദേഷ്യം കൊണ്ടല്ലേ? ഒരു സംശയം. അനുമോളും ബിൻസിയും കൂടെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ബിൻസി അനുമോളിൻ്റെ അടുക്ക വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അനുമോളപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഓരോ ആൾക്കാരുടെ പേര് അവൾ ഇതിനകത്ത് വലിച്ചഴച്ചു, അത് ശരിയല്ല. കൂടാതെ ഇവിടുത്തെ ഒരു കഥ, ബിഗ് ബോസുമായി ബന്ധപ്പെട്ടൊരു കഥ, ഒരാളുമായി ബന്ധപ്പെട്ട കഥ അവൾ പറഞ്ഞിട്ടുണ്ടോ? ഞാനിതിവിടെ ഒരാളോടും പറഞ്ഞിട്ടില്ല. ഞാനത് പറഞ്ഞാൽ തീർന്നു അവളവിടെ, പിന്നെ അവൾ പുറത്തിറങ്ങി നടക്കത്തില്ല എന്നുള്ളൊരു സാധനം ബിൻസിയോട് പറയുന്നുണ്ട്. ബിൻസി അത് സമ്മതിക്കുന്നുണ്ട്. അതെ ശരിയാണ് അവൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കഥ അവിടെ എന്തോ നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു സാധനം, ഈ മൈക്കില്ലാതെ ചിലപ്പോൾ സംസാരിക്കുമല്ലോ, അങ്ങനെ എന്തോ ഒരു കഥ ശൈത്യ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പുറത്ത് വന്നാൽ ചിലപ്പോൾ ശൈത്യ നാറും. ശൈത്യയുടെ ആ ഒരു പേടി കൊണ്ടായിരിക്കാം, ആ ഒരു വെപ്രാളത്തിൻ്റെ പേരിലായിരിക്കാം ഈ കിടന്നുകൊണ്ട്, വെപ്രാളത്തിൻ്റെ പേരിൽ, മനസ്സിലായില്ലേ?
അതിൻ്റെ പേരിലായിരിക്കും ഈ കിടന്ന് കാട്ടായം. അനുമോളുടെ പുറകെ അങ്ങോട്ട് നടന്ന് മാക്സിമം അനുമോളെ കരിവാരി തേച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തു പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. അതിൻ്റെ പുറത്തായിരിക്കാം ഈ ഓടുന്നത്, നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു സാധനം അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം രാത്രിയിൽ ഇവിടെ ബിൻസി ഈ ഒരു കാര്യം ശൈത്യയോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ശൈത്യ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അത് വേറൊന്നുമല്ല, ഇനി അനുമോൾ എന്ന വ്യക്തി എൻ്റെ ലൈഫിലില്ല, അവളുമായിട്ട് ഇനി ഒരു ബന്ധവും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നുണ്ട്, പാതിരാത്രി കിടന്നുറങ്ങുന്ന അനുമോളുടെ അടുക്ക പോയി മോളെ തുത്തുടുവാവേ. എന്ത് കാര്യത്തിന്? ഇന്നലത്തെ എപ്പിസോഡും ലൈവും ഒക്കെ ആയിട്ട് കണ്ടവർക്കറിയാം, 3-4 തവണ ഈ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അവൾ ഇനി എൻ്റെ ലൈഫിലില്ല, അവളുമായിട്ടൊരു ബന്ധവും ഇല്ല എന്നൊക്കെ. മനസ്സിലായില്ലേ? പാതിരാത്രി ഞാൻ ലൈവ് കുറച്ചേ കണ്ടുള്ളൂ, രാത്രിയിലാണ് കാണാൻ തുടങ്ങിയത്. അപ്പം തന്നെ 1-2 പ്രാവശ്യം ഈ ചേച്ചി ഈ ഡയലോഗ് അടിക്കുന്നുണ്ട്. അല്ല, ഇതൊക്കെ പറയുന്ന മോള് പിന്നെ എന്തിനാ അങ്ങോട്ടേ ഒന്ന് കയറുന്നേ? ആരെ പേടിച്ചിട്ടാ ചെല്ലുന്നേ? അനുമോളുടെ അടുക്കേ, കിടന്ന് ഉറങ്ങുന്ന പെങ്കൊച്ചിൻ്റെ അടുക്കലോട്ട് ചെല്ലുന്നേ? എന്തിന്? പോകണ്ട അവളുടെ അടുക്കേ, എന്തിനാ പോകുന്നത്? ശൈത്യയുടെ സൈഡിൽ ഒരു തെറ്റും ഇല്ലെങ്കിൽ അനുമോളുടെ കാല് പിടിക്കാൻ പിന്നെ പോകേണ്ട കാര്യമില്ല. അവൾ എല്ലാവരുടെയും ഫ്രണ്ടിൽ അങ്ങോട്ട് പറയണം, കട്ടപ്പ എന്ന് എന്നെ വിളിക്കുന്നത് അവളെന്നെ കുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവൾ കുത്തുന്ന ഞാൻ കണ്ടിട്ടില്ല എന്ന് അനുമോള് പറയണമെന്ന് എന്തിനാ ചേച്ചിക്ക് ഇത്ര നിർബന്ധം? ചേച്ചി കട്ടപ്പ, വീണ്ടും ഞാൻ പറയുന്നു, ആ പേര് അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾ പുറകെ നിന്ന് കുത്തുന്നത് എല്ലാവരും കണ്ടതാ. മനസ്സിലായില്ലേ? ആ ഒരു വേർഡിങ്, ആ ഒരു പേര് ആര് ഫസ്റ്റ് നിങ്ങൾക്ക് ഇട്ട് തന്നു അതെനിക്കറിയത്തില്ല. PR-ൻ്റെ വല്ല കളി കൊണ്ട് ആരെങ്കിലും ഇട്ട് കൊടുത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ പുറകെ നിന്ന് കുത്തുന്ന എല്ലാവരും കണ്ടതാ. മാത്രമല്ല, ഇന്നലെ അവിടെ കയറിയിട്ടുള്ള വെളിപ്പീർ അനീഷേട്ടൻ്റെ കാര്യത്തിൽ എന്തോരം അങ്ങോട്ട് തേനും പാലും ഒഴുകുക. ആ തേനും പാലും പുള്ളിയോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും ഞാൻ പറയും, അത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറച്ച് നേരം കൂടെ പോയി, 2:30 കുറച്ച് നേരം കൂടെ ഒന്ന് ലൈവ് കാണട്ടെ. എല്ലാവരും മൂലയ്ക്ക് ഒതുങ്ങി, ആരും ഇല്ല. എന്നാലും ഇനി ആരെങ്കിലുമൊക്കെ എണീറ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ മെയ്യുമോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മുടെ മുൻഷി ചേട്ടനെ പോലെ നാളെ ഇനിയും സാരിക്ക് പകരം വേറെ വല്ലതും ഉടുത്തിറങ്ങുമോ നമുക്കറിയത്തില്ല. ആരുടെയെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കാണട്ടെ. എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.